documents and mind setup and everything would be needed. I request everybody listen here in full attention. Sorry. നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ആബ്സെന്റ് അല്ലാതെ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ദൈവസേനയിൽ പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ ഓർമ്മിക്കുക. All of you pray, I request prayerfully sit down with the body, soul and mind here. Pay attention to the word of God. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് തന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. This morning God has given me a message to speak to all of you. അത് സാക്ഷികളുടെ സമൂഹം, cloud of witness എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ദൈവം എനിക്ക് തന്നത്. The subject that I'm going to speak on is the cloud of witnesses. സാക്ഷികളുടെ ഒരു സമൂഹം നമുക്കുണ്ടെന്ന്. The cloud of witnesses is watching us. എന്തിന് ദൈവം ആ സാക്ഷികളുടെ സമൂഹത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നു? And why God has given us these witnesses who are watching us. എവിടെയാണ് സാക്ഷികളുടെ സമൂഹത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Do you remember where Paul tells us where the clouds of witnesses are there? Hebrews chapter 12 verse 1. Everybody take Hebrews chapter 12 verse 1. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that so easily entangles, and let us run with perseverance the race marked out for us. അപ്പോസ്തലനായ പൗലോസാണ് ഇത് എഴുതിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. We believe that Paul has written this book of Hebrews. പൗലോസ് അല്ല എന്ന് വന്നാലും നമുക്ക് അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല. Even if it's not written by Paul, it doesn't make a difference. നമ്മൾ അതിനകത്ത് മെസ്സേജ് എടുത്താൽ മതിയാവും. Let's take the word from that. അവിടെ പൗലോസ് 12ാം അധ്യായത്തിൽ പറയുന്നു, നമ്മുടെ മുമ്പിൽ ഒരു കൂട്ടം സാക്ഷികൾ മരിച്ചുപോയവരാണെങ്കിലും ഇപ്പോഴും നമ്മളെ നോക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. Here Paul says that there is cloud of witnesses, even though they are not with us, they are watching us. ഈ സാക്ഷികളുടെ കൂട്ടം 12ാം അധ്യായത്തിൽ അല്ലവേ അല്ല, 12-ലല്ല സാക്ഷികളുടെ കൂട്ടം. പിന്നെ എവിടെയാണ്? 11ാം അധ്യായത്തിലാണ്. It's not talking about in chapter 12, they're talking about the witnesses in chapter 11. കാരണം വേദപുസ്തകം ചാപ്റ്ററായിട്ടും വേഴ്സസും തിരിച്ചപ്പോൾ ഇത് രണ്ടായിട്ട് പോയതാ, ഒന്നിച്ചാണ് ഇത് എഴുതിയ സമയത്ത് എഴുതിയത്. Therefore when you read chapter 12, it's a continuation of chapter 11. അതുകൊണ്ടാണ് therefore ആകയാൽ അതുകൊണ്ട് എന്നുള്ള പദപ്രയോഗങ്ങൾ വന്നത് തലേ പാരഗ്രാഫ് വായിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. So that's why whenever you see the word therefore, you have to look at the back passage, the passage before, to understand the context. ആമേൻ. അതുകൊണ്ട് നാമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിയതുപോലെ നമുക്കും ഒരു ഓട്ടത്തിന് വേണ്ടി ഒരു നിയോഗം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. When it says therefore, it talks about the people who ran before us, and same way we need to look unto them and run our race. എന്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം? എന്തുകൊണ്ട് തടസ്സങ്ങൾ മാറ്റി, നമ്മുടെ ഭാരം മാറ്റി, നമ്മുടെ തടസ്സങ്ങൾ മാറ്റി നമ്മുടെ മുമ്പിലുള്ള ഓട്ടം നോക്കണം? Why we should look forward to the goal that is kept before us, leaving behind all the hindrances and problems that are before us. നമുക്ക് സാക്ഷികളുടെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലാണോ അതോ നമ്മുടെ കാലിന് കീഴെയാണോ അതോ എവിടെയാണ് ഈ സാക്ഷികളുടെ സമൂഹം നിൽക്കുന്നത്? Where are the witnesses cheering us up? Are they sitting up on top of our head or down at the bottom? എവിടെയാണ് നിൽക്കുന്നത് സാക്ഷികളുടെ സമൂഹം? Where are the witnesses standing? Come on. നമ്മുടെ ചുറ്റുമാണ് നിൽക്കുന്നത്. It says they are surrounding, the witnesses surrounded us. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? Why would Paul say something like that? നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും കിട്ടി പോകത്തുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്, ഒറ്റയ്ക്കല്ല വിശ്വാസത്തിലിരിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റും ഒരു ഗ്രൂപ്പ് ഓടി തികച്ച ആളുകൾ പുറകിലുണ്ട്. And it motivates us to know that you are not walking by yourself in this walk of faith. There are witnesses surrounding you, encouraging you, motivating you to run this race. നിങ്ങൾ പോയതുപോലുള്ള പ്രതിസന്ധികളേക്കാൾ വലിയ പ്രശ്നത്തിൽ കൂടെ പോയവരാ. പക്ഷേ വിശ്വാസം വിട്ടുകളയാതെ അവര് നിന്നതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് പരാജയപ്പെട്ട് തകർന്നു വീണവരെയല്ല, വിജയിച്ചവരെ നീ നോക്കണം. And they have also gone through many difficulties and trials and problems, and therefore we need to look unto them as we walk our own faith. ഹൈവേയിൽ കൂടെ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ ആക്സിഡന്റുകൾ പലപ്പോഴും കാണാറുണ്ട്. And many times when we travel through the highways, we see a lot of accidents on the road. ചില ആളുകളുടെ ശരീരം മുറിഞ്ഞ് രക്തം ഒഴുകുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. Sometimes you see bodies cut apart and the blood flowing. ആ സമയത്ത് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അവൻ വലിച്ചു ദൂരെ എറിഞ്ഞ് ഇനി മേലാൽ ഞാൻ വണ്ടി
വണ്ടി ഓടിക്കത്തില്ല എന്നല്ല തീരുമാനിക്കുന്നത്. ഐ വാണ്ട് ടു വാച്ച്, ഞാൻ ഇനിയും സൂക്ഷിക്കും. എന്റെ മുമ്പിലുള്ള അപകടങ്ങൾ കണ്ടത് സൂക്ഷിക്കുവാനാണ്. And when you see such dreadful accidents, you don't take your driver's license and say, I quit driving, no more I would drive. But you would make sure that you drive more carefully as you travel. ഈ മാർഗത്തിന്റെ അകത്ത് വന്ന് ചതഞ്ഞ് വീണ് നശിച്ചുപോയ ഒരു കൂട്ടം നഷ്ടപ്പെട്ടവരെ നോക്കി നീ തിരിച്ചു പോകരുത്. വിജയിച്ച ഒരു കൂട്ടം നിനക്ക് മുമ്പിൽ കർത്താവ് കാണിക്കുന്നു. You should not look to those people who are defeated and left the faith, but you look to those people who are successful in their life and walk the faith with victory. അവരുടെ വിശ്വാസം നിന്റെ വിശ്വാസമാക്കി തീർക്കണം. And let those people be your motivation. Let those people inspire you. എല്ലാ വ്യക്തികളിലും ആ വിശ്വാസം എന്നുള്ള പദത്തോട് കൂടെയാണ് ഈ 11 അധ്യായം ഓരോ വാക്യങ്ങളും പറയുന്നത്. And every verse in chapter 11 talks about their faith and how by faith they live their life. ഒരു ഡെഫിനിഷൻ ഒന്നാം വാക്യത്തിൽ 11 ഉണ്ടല്ലോ, അതുകൊണ്ട് And chapter 11 verse 1 gives you the definition of faith. Now faith is being sure of what we hope for and certain of what we do not see. ഇവിടെ കാണാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിന്റെ അകത്ത് വരുന്ന മെസ്സേജുകളൊക്കെ കേൾക്കും. ചിലപ്പോൾ എനിക്ക് വായിച്ച് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ആ പ്രസംഗകർ പറയുമ്പോൾ എന്നോടൊരു ദൂതായിട്ട് കണക്കാക്കും. എനിക്ക് ശരിയായിട്ട് ഈ വാക്യം പിടികിട്ടിയത് 1 മാസമേ ആയുള്ളൂ. And I watch many videos and messages, and sometimes God speaks to me through them, and I understood the depth of the sentence while watching that. ഞാൻ ചിന്തിച്ചത്, എനിക്ക് കാറില്ല എങ്കിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച ഒരു കാർ കിട്ടും, അതിനെക്കുറിച്ചാണെന്ന എന്റെ വിശ്വാസം. അത് കിട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആമേൻ. അത് മാത്രം, എനിക്ക് വീടില്ല എങ്കിൽ ഒരു വീട്, ആമേൻ, ഞാൻ വിവാഹം കഴിച്ചല്ലെങ്കിൽ നല്ലൊരു ഭാര്യ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ നല്ലൊരു ഭർത്താവ്, നല്ലൊരു വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആമേൻ ഫിസിക്കലായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് വിശ്വാസം എന്നതാണ് നമ്മുടെ തലച്ചോറിന്റെ അകത്തിരിക്കുന്നത്. And sometimes our understanding of faith is that if we look for a car or for a house and we pray by faith, we would receive that. That's our understanding. But that's not what here Paul is talking about. വിശ്വാസം എന്നത് ജഡീക മനുഷ്യന്റെ സോളിന്റെ മോഹങ്ങളുടെ പൂർത്തീകരണമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ജഡീക മനുഷ്യന്റെ കൺമോഹത്തിൽ നിന്നും ജഡീക ആഗ്രഹങ്ങളും സോളിന്റെ അകത്ത് ഉരുത്തരിയുന്ന ആശയങ്ങളുടെ പൂർത്തീകരണം വിശ്വാസമല്ല. And faith is not about what a soulish man thinks and desires to have fulfilled in his life. That is not what faith is. സാംബാസ് പറഞ്ഞതുപോലെ അതെല്ലാം ആവശ്യമാണ്. അതൊക്കെ നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനല്ല. സെക്കൻഡ് പ്രയോറിറ്റി അതിന് കൊടുത്താൽ മതിയാവും. And even though all those things are important, but those things are secondary. ഇവിടെ പറയുന്നത് എന്താ? കൺവിക്ഷൻ ഓഫ് ദ തിങ്സ് നോട്ട് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്റെ അകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് വിശ്വാസം. And faith is something that you haven't seen but you hope for it. മോഹങ്ങളുടെ പൂർത്തീകരണമല്ല, ആശകളുടെ പൂർത്തീകരണം. മോഹം വേറെ, ആശ എന്ന് പറയുമ്പോൾ സ്വർഗീയമായ ആശ. Hope is something that you desire that comes from heaven. It's not the desires that you have for your life, but hope that depends on what God has given you. കാറില്ലാത്ത ഞാൻ കാറിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഞാൻ കാർ കണ്ടിട്ടുള്ളത് കൊണ്ട് കാർ എന്റെ അകത്തുണ്ട്. And because if you're praying for a car, you've already seen how the car looks, and therefore you pray for it. വീടിന് വേണ്ടി വീടില്ലാത്ത ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വീട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് വീടിന്റെ ഒരു ഫിഗർ എന്റെ അകത്തുണ്ട്. And when you're talking about a house, you know how the house looks, and therefore when you pray, you desire a particular house. എന്നാൽ വിശ്വാസം എന്നത് ഈ പ്രപഞ്ചത്തിന്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒന്നുണ്ട്, അതിനുവേണ്ടി ഒരു ഡിസയർ നിങ്ങളുടെ അകത്ത് കൺസെപ്റ്റിൽ ഒരു ഡ്രോയിങ് പോലെ ഉണ്ടെങ്കിൽ അതാണ് വിശ്വാസം. അല്ലാത്തത് വിശ്വാസം എന്ന് പറയാൻ ഡെഫിനിഷൻ. And faith is here, it says, is the substance of things that is hoped for, and that is what faith is. അതാണ് താഴെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി അധ്യായം താഴോട്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ മോഹങ്ങളുടെ പൂർത്തീകരണമല്ല, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് അതിന്റെ അകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കൂടെ അത് കിട്ടുന്നതാണ് ആ വിശ്വാസം.
വിശ്വാസം. It's not about your desires that is to be fulfilled. It is that things that God has for you. Maybe sometimes it might be impossible. ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ആബേലിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ആബേലിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഉത്തമമായ ഒരു ബെറ്റർ സാക്രിഫൈസ് കഴിച്ചു. അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവന്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. It talks about faith of Abel, that how he sacrificed and gave the most excellent gift. But what kind of faith he has, it does not talk about. എന്റെ പിതാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കും. നമ്പർ 1. When whatever the Father has told us, I will do accordingly, and therefore God is pleased in me. Number 2, ഞാൻ യാഗം കഴിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെ മനുഷ്യ ചരിത്രത്തിന്റെ അകത്ത് കാലത്തികമെങ്കിൽ ആമേൻ ജഡമെടുത്ത ഒരു മശിഹ വരും, മനുഷ്യവർഗത്തിന് മരിക്കും എന്നുള്ളത് ആട്ടിൻകുട്ടിക്കകത്തൂടെ ഈ മനുഷ്യൻ ആത്മാവിൽ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. And I believe that Abel, when he was sacrificing the best sacrifice, animal sacrifice, he was telling that Christ would come and sacrifice himself for the mankind. So എന്തായിരുന്നു ഏഴാമനായിരിക്കുന്ന ഹാനോക്കിന്റെ വിശ്വാസം? What was seventh man Enoch? What was his faith? അവിടെ പറയുന്നത് എന്താ? ഹാനോക്കിനെ കുറിച്ച് എന്താ പറയുന്നത്? But Enoch says he did not see death because he had faith. By faith Enoch was taken away so that he did not see death. അവിടേക്കാണ് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. And by faith it says Enoch did not experience death. അപ്പോൾ കണ്ട കാര്യമല്ല മരണം കൂടാതെ എടുക്കപ്പെടുന്നത് ജീവനോടിക്കുമ്പോൾ കാണാൻ ഒക്കുമോ? And nobody would expect that you would not die. That's not possible. ഇത് ഇച്ചിരി ഡെപ്ത് ഉള്ളതാണ്, ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് ക്യാച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. And this is going in deep, and therefore pay careful attention. അവൻ വിശ്വസിച്ച കാര്യം കണ്ടിട്ടില്ലാത്തതിന്റെ ആശയുടെ പൂർത്തീകരണമാണ്. കർത്താവേ, ഞാൻ ദൈവത്തോടു കൂടി 65-ാം വയസ്സിൽ നടക്കാൻ ഇറങ്ങി, എനിക്ക് മരണം കൂടാതെ ഈ ദൈവത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ പോകണം. And his desire, even though it has never happened before, that he wants to walk with God and have the companion with God, and he says he did not see death because he desired to walk with God continuously. ആശയുടെ പൂർത്തീകരണമാണ്. അവന്റെ അകത്ത് കണ്ടിട്ടില്ലെങ്കിൽ ആ ആശയുടെ പൂർത്തീകരണമാണ് ദൈവം കൊടുത്തത്, അവനെ എടുത്തതെന്ന്. That was the completion or finishing of his hope that he had, and that's why God took him away. അതുകൊണ്ട് നമ്മൾ എന്താ വേണം? And therefore what we should do? നമ്മൾ കണ്ടിട്ടില്ലാത്ത സംഭവിക്കാനിരിക്കുന്ന കർത്താവിന്റെ വരവിന്റെ എടുക്കപ്പെടലിന് വേണ്ടി സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്നായി ദൂതൻ. And the things that we haven't seen, like the coming of our Lord Jesus Christ, we should wait expectantly and make sure that we go with him. അടുത്ത നോഹയുടെ കാര്യത്തിലേക്ക് വരാം. It talks about Noah next. 10ാം തലമുറക്കാരനായ നോഹ. And is in the 10th generation. എന്താ അവിടെ പറയുന്നത് നോഹയെ കുറിച്ച്? വിശ്വാസത്താൽ. What does it say by faith what he did? By faith Noah, when warned about things not yet seen, in holy fear built an ark to save his family. ശ്രദ്ധിക്കുക, കണ്ടിട്ടില്ലാത്ത മറക്കല്ലേ ഡെഫിനിഷൻ, കാണാത്ത കാര്യങ്ങളുടെ ഭാവനയിൽ ദൈവത്തിൽ വിശ്വസിച്ച് ഡ്രീം ചെയ്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതാണ് ആത്മീയത്തിലുള്ള വിശ്വാസം. By faith it means spirituality. It means things that you have not seen yet you pray for so that it would be completed in your life. നോഹയ്ക്ക് അരുളപ്പെടാനുണ്ടായപ്പോൾ മഴ പെയ്തിട്ടില്ല. And at that time when Noah was called, the rain hasn't happened in the face of the earth. ദൈവം പറഞ്ഞ പോലെ ഒരു കപ്പൽ ഉണ്ടാക്കി. And according to what God has said, he prepared an ark. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നോഹ കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ അവൻ നടന്നിട്ടില്ലാത്ത മഴ, അവൻ കണ്ടിട്ടില്ലാത്തത് അവന്റെ ഭാവനയിൽ എന്ത് ചെയ്തു? ആശിക്കുന്നതിന്റെ ഉറപ്പ്. അവൻ കപ്പൽ ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് എന്ത് പെയ്യും? കണക്കിനകത്ത് A+B² എന്നോ A=B എന്നൊക്കെ ആൾജിബ്ര പഠിക്കുന്ന പോലെ കപ്പൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പെയ്തിട്ടില്ലാത്ത മഴ പെയ്യും, പക്ഷെ കണ്ടിട്ടില്ല. And even though he was asked to build a ship, he haven't seen the rain because the rain did not happen till then. അവന്റെ ഹൃദയത്തിൽ ചിന്തിച്ചതായ ആ ചിന്തകളുടെ പൂർത്തീകരണം അത് നടന്നു. And so whatever he has thought about it, how it would be, that's how it happened. അത് മാത്രമല്ല, അവൻ ഉണ്ടാക്കാൻ പോകുന്ന കപ്പൽ കണ്ടിട്ടുണ്ടോ? And have you seen how his ship would be made? പെയ്യാൻ പോകുന്ന മഴ കണ്ടിട്ടുണ്ടോ? He hasn't seen how it would rain in the face of the earth. ഉണ്ടാക്കാൻ പോകുന്ന കപ്പൽ കണ്ടിട്ടുണ്ടോ? How he doesn't know how the ship would look like. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവികമായി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സ്വപ്നമാണ് വിശ്വാസമെന്നാണ് എന്റെ തറപ്പിച്ചുള്ള ദൂത്. And faith is what you have dream of, what you haven't seen in spiritual life. That is what faith is. അതുകൊണ്ട് അതുപോലെ സംഭവിച്ചു. And that's how it happened. 9ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Verse 9.
By faith he dwelt in the land of promise, as in a foreign country, dwelling in tents with Isaac and Jacob, the heirs with him of the same promise. Amen. അടുത്തോടെ വായിക്കുക. For he waited for the day which he has foundations. Yes, അവിടെയാണ് എനിക്ക് മൂന്ന് പറയാനുള്ളത്. Amen. For he looked for a city. And it says that for he waited for the city. ഈ സിറ്റി എബ്രഹാം കണ്ടിട്ടുണ്ടോ? Has Abraham seen the city? ഈ സിറ്റി എബ്രഹാം കണ്ടിട്ടുണ്ടോ? Has Abraham seen the city? ഒത്തിരി ഫൗണ്ടേഷൻ ഉള്ള ഒരു സിറ്റി. And it's a city with a foundation. നല്ല ഫൗണ്ടേഷൻ ഉള്ള സിറ്റിയാ വിട്ടത്. And he has left a city with a good foundation. എവിടേക്കാണ് പോകുന്നത് അറിയത്തില്ലെന്ന്. He doesn't know where he was traveling and where he was going. എങ്കിലും അവന് തിട്ടമുണ്ടായിരുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? തമ്പുരാൻ പറയുന്നതിന് പൂർത്തീകരണം ഞാൻ കാണും. But he knew that where God was leading and God would finish what he has called him for. മെസൊപ്പൊട്ടോമിയയിലെ ക്രാഡിൽ ഓഫ് സിവിലൈസേഷന് ഒരു ബിൽഡർ ഉണ്ട്. അവിടുത്തെ സിറ്റിയുടെ ഒരു ബിൽഡർ ഉണ്ട്. ബിൽഡിങ്ങിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പോകാൻ പോകുന്ന കെട്ടിടത്തിന്റെ ബിൽഡർ ഇവിടുത്തെ ഒരുത്തരുമല്ല. And he knew that even though where he was living, he knew there was a builder, an engineer who was doing everything, who has built a city. But where he was being led to, he knows who is the builder of that city. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു കെട്ടിടമെങ്കിലും നിങ്ങൾക്ക് ഈ ലോകത്തിൽ കാണിക്കാമോ? And can you take any building where God has built it up? Any city that God has built up? ദൈവം ഒരു വീട് കൂടെ പണിഞ്ഞില്ല കേട്ടോ. God has never built a home in this place. ഈ യൂണിവേഴ്സിനെ ഉണ്ടാക്കിയ ഒരു വാക്കില്. And in this whole universe, but by His word, He created the whole universe. പക്ഷേ വിശ്വസിച്ച അബ്രഹാം കണ്ടത് കിട്ടാൻ പോകുന്ന നന്മകളോ അവന്റെ സന്തതിയോ അതൊക്കെ അതിന്റെ അകത്തുണ്ടെങ്കിലും ഭൗതികം അല്ല, ആത്മീയ ജീവിതത്തിൽ പ്രാപിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് വിശ്വാസത്താൽ നിങ്ങളും ഞാനും ഈ ദിവസങ്ങളിൽ സ്വപ്നം കാണും. And Abraham, even though he would be blessed with all many things, but those things were not his focus, but what spiritual things that he had, that's what he looked for. അത് വെളിപ്പാട് 21-ാം അധ്യായത്തിൽ ഒന്ന് രണ്ട് വാക്യം ഇവിടെ വായിച്ചു. Revelation 21 verse 1 and 2. Then I saw a new heaven and a new earth, for the first heaven and the first earth had passed away, and there was no longer any sea. I saw the holy city, the new Jerusalem. Oh, praise the Lord. 21-ാം അധ്യായത്തിൽ പറയുന്നു, 21 chapter 1-ൽ പറയുന്നു, അബ്രഹാം സ്വപ്നം കണ്ടു. നമ്മൾ പോലും സ്വപ്നം കണ്ടിട്ടില്ല ഇതുവരെ. And what Abraham has seen is said in Revelation chapter 21. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയോ നമ്മുടെ മരണത്തിൽ നിത്യതയിൽ പോകേണ്ടതിന് വേണ്ടിയോ ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. നമുക്ക് വേറെ പല ലിസ്റ്റ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് വരും. Sometimes we have not spoken or prayed about coming of our Lord Jesus Christ or spending life in eternity. ഈ അലക്കഴിഞ്ഞതിന് ശേഷം രാമേശ്വരത്ത് പോകാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി തീർത്തിട്ട് നമുക്കൊന്നും നടക്കത്തില്ല. And after doing all the tasks, we cannot talk about spiritual life. ആമേൻ. നമുക്ക് കാരണം നമ്മുടേതായ ചാകുന്നിടം വരെ ഡ്യൂട്ടി കൂടി അസൈൻമെന്റ് കൂടി ഇതിന്റെ അകത്തുനിന്ന് സമയം കണ്ടെത്തി വല്ലതും പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്കുള്ളൂവെന്ന് എന്റെ ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ കഴിച്ചതും പിടിച്ചതും ഒന്നും കൂടെ കാണത്തില്ല, കൂടെ കാണുന്ന ഒന്നേ ഉള്ളൂ. Sometimes we are always busy. We will always be busy with doing all kinds of stuff. In the midst of all that, we need to find time to put focus on our spiritual life. അതുകൊണ്ട് ഞാൻ നാളെ നിങ്ങൾ ഭാര്യയും കൊച്ചുങ്ങളെ വിട്ട് സന്യാസിയാകാനല്ല പറഞ്ഞത്. ഇവിടെ ഒക്കെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഒരു ദൂരക്കണ്ണ് അതാണ് വിശ്വാസം. And by this I'm not saying that leave your wife and children and go on a mountain or something like that. But whatever you have, you need to focus your eyes on things above. യാക്കോബ് 4:3 വാക്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആ പാപ്പരത്വം എത്ര വളരെ ചീപ്പാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അകത്താണ് യാക്കോബ് കാണിക്കുന്നുണ്ട്. 4:3. And James chapter 4 verse 3, it talks about how we need to pray. You ask and do not receive because you ask amiss that you may spend it on your own pleasures. നമ്മുടെ സ്വന്തം മോട്ടിവേഷൻ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് 99.3%. And it says 99% of the times when we pray, it is only for our own selfish needs. എന്നാൽ ദൈവം പറയുന്നു, ഒന്നാമത് നീ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഞാൻ നിനക്ക് തരാം, തന്നുകൊള്ളാം. But God's word says, seek ye first the kingdom of God and all these things shall be added unto you. Goodness and mercy എന്റെ പുറകെ വരും. ഞാൻ മേഴ്സിയുടെ പുറകെ പോകണ്ട, മേഴ്സി എന്റെ പുറകെ വന്നോളൂ. It says goodness and mercy shall follow you all the days of the life, all the days of your life. Hallelujah. Praise the Lord. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിന്റെ കാര്യമല്ല. ആമേൻ. എന്തായിക്കോട്ടെ, നിങ്ങളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ആ
ആഗ്രഹിക്കുന്ന ആളുകൾ പെൺകുട്ടികളെ വേണമെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ, അതൊക്കെ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. There are many things that you can seek in this life, but more important is to seek the things above. ഞാൻ താഴോട്ടുള്ള ഓരോന്നും എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി എക്സാമ്പിൾ താഴെ യോസഫ് ഉണ്ട്, യാക്കോബ് ഉണ്ട്, അതുപോലെ അബ്രഹാം, യോസേഫ്, മോശയുടെ പേരൻസ് ഉണ്ട്, മോശയുണ്ട്. ഇവരെല്ലാം കൂടെ കൂട്ടിയാണ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്ന ഇതുങ്ങളെല്ലാം എടുത്തു വരച്ച് കാണിച്ചിട്ട് പറയാ, നിങ്ങൾ ഈ ലോകത്തിന്റെ പുറകെ പോകല്ലേ, വട്ടപൂജ്യമായിരിക്കും, കർത്താവിനെ നോക്ക്, ആമേൻ, അവൻ നിങ്ങളോട് കൂടെ ഉണ്ട്. After he gives all the examples of all the people of faith, he says that do not go behind the things of this world, but look above where Christ is seated. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഓട്ടക്കളത്തിൽ. And you are not alone in this race that you are running. പ്രതിസന്ധികളുടെ മധ്യത്തിൽ പോയവരുടെ ലിസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് പറയുകയാണ്, ആമേൻ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൂട്ടം വിജയിച്ച ആളുകളെ ഞാൻ പ്രദർശിപ്പിട്ട് പറയുകയാണ്, നിങ്ങൾ പിന്നോട്ട് വന്നതായ പ്രസ്ഥാനത്തിലേക്ക് വിട്ടുപോകുന്നതിനെ ഓർത്ത് തിരിച്ച് യഹൂദ മതത്തിന്റെ പാരമ്പര്യത്തിൽ അടിയരുത്. മുമ്പോട്ട് പോ, മരിച്ചു വീണാലും മുമ്പോട്ട് പോകണം. And the people that have gone before us have encountered many of the problems and difficulties, and that would encourage us to go forward in our faith and not go back to the things that we are comfortable with or things we're used to. ചുറ്റുപാടും സാക്ഷികളുടെ സമൂഹം. There's a great witness that is surrounding us. ചുറ്റുപാടും സാക്ഷികളുടെ സമൂഹം. There's a great witness that's surrounding us. നീരെ എന്തുണ്ട്? And who is above? Come on. മോളിൽ എന്തുണ്ട്? Who is above? തുറക്കപ്പെട്ട ഒരു സ്വർഗ്ഗമുണ്ട്. There is a heaven that's open. തുറക്കപ്പെട്ട ഒരു സ്വർഗ്ഗമുണ്ട്. There is a open heaven. ആമേൻ. എൻ്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ലാബാന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്, കാടാണ്. വീട്ടിൽ ചെന്നിട്ടില്ലെങ്കിൽ ഭാരപ്പെടണ്ട, നീ കല്ല് തലവണയായിട്ട് വെച്ചതിന്റെ അകത്ത് ഒരു ദർശനം നിന്നോട് സംസാരിക്കാറുണ്ട്. And even though you have get out of your father's house and going to Laban's house, Jacob in the middle of the travel, he uses a stone as a pillow. നീ തലവണയായി വെച്ചിരിക്കുന്ന കല്ലിന്റെ മുകളിൽ ആമേൻ stairway to heaven തുറന്നിരിക്കുകയാണെന്ന് മറക്കല്ലേ സഹോദര സഹോദരി. നിന്നോട് കൂടെ കർത്താവ് ഇല്ല എന്ന് നിന്റെ രണ്ട് ചെവിയിലും ശത്രു വന്നു, നീ നഷ്ടപ്പെട്ടു പോകും, നീ തകർന്നു പോകുന്നു പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഉറക്കെ വിളിച്ചു പറ, ഇല്ല, എന്റെ കർത്താവ് ജീവനോട് ഇരിക്കുന്നു. As Jacob has encountered a great vision at that point in time, you also can tell the devil that God has given me a vision in your life. പ്രവാസികളെ അടിമക്കാരുടെ ഇടയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ എസെക്കിയേൽ കേബാർ നദിയുടെ തീരത്തിരുന്നപ്പോൾ എസെക്കിയേൽ 1:1 പറയുന്നു, അവിടെ ഒരു സ്വർഗ്ഗം തുറന്നു. And as Ezekiel was standing near the Kebar River, he saw as slaves, he saw a vision. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു ഗാലിലയിൽ നിന്ന് 73 മൈൽ നടന്ന് സ്നാനപ്പെടാൻ യോർദാനിൽ വന്ന് ഇറങ്ങി ആ കൽപ്പന അനുസരിച്ചപ്പോൾ അവന് വേണ്ടി സ്വർഗ്ഗം തുറന്നു. And as Jesus was traveling 73 miles from Galilee to Jordan, he saw the vision from heaven. പുതിയ നിയമത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്റ്റീഫൻ അവൻ കല്ലാറുകൊണ്ട് വിശ്വാസത്തോടെ മരിക്കുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിന്നു. Stephen, as he was martyred, he was stoned to death, he saw a vision, heaven opening up, and the Father was pleased. ഒരു തുകൽ കച്ചവടക്കാരന്റെ വീട്ടിൽ തുകൽ അവൻ പ്രോസസ് ചെയ്യുന്ന വീട്ടിൽ താമസിച്ച അസിസ്റ്റന്റ് ആയിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ആയിരിക്കുന്ന പീറ്ററിന് അവനൊരു സ്വർഗീയമായിരിക്കുന്ന കാഴ്ച കാണിച്ചു. And Peter also saw a vision. വെളിപ്പാട് 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പത്മോസിലായപ്പോൾ ഇവിടേക്ക് കയറി വരുവിൻ എന്ന് പറഞ്ഞ് സ്വർഗ്ഗം തുറന്നു. And as John was in the Patmos, island of Patmos, come here is the word that came to him. വെളിപ്പാട് 19:11 7-ാം പ്രാവശ്യം സ്വർഗ്ഗം തുറന്നു. യോഹന്നാനെ ആ വെള്ള കുതിരയുടെ പുറത്ത് ഇതാ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി മശിഹ വരുന്നു. And even in the vision, the 7th heaven was opened, and he saw a man riding on the white horse. ചുറ്റും സാക്ഷികളുടെ സമൂഹം. There's a cloud of witnesses. And there's heaven above. തുറക്കപ്പെട്ട സ്വർഗ്ഗം. And there's the open ഒരു heaven. വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ദൂത് പൂർത്തിയായി താഴെ എന്തുണ്ട്? And what is underneath? താഴെ എന്തുണ്ട്? What is in the ground? നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആവർത്തനം 33:27 വാക്യം വായിച്ചാട്ട്. ആവർത്തനം Deuteronomy 33:27. Deuteronomy 33:27. Hallelujah. The eternal God is your refuge, and underneath are the everlasting. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. പുരാതനനായ ദൈവം നിന്റെ സങ്കേതമാണ്, നിന്റെ മോളിൽ തുറക്കപ്പെട്ട സ്വർഗ്ഗം, ചുറ്റും സാക്ഷികളുടെ സമൂഹം. കീഴെ എന്തുണ്ട്? It
says, Oh, right. Everlasting arms. നിന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്ന പലരും കൈ തിരിച്ചു വലിക്കും. ആമേൻ. നിന്നെ സഹായിക്കും. ഭക്ഷണം നമ്മ കൈ കൊണ്ട് കൊത്തുവാൻ ശ്രമിക്കും. എന്നാൽ ഒരിക്കലും മാറാത്ത കരത്തിന്റെ മുകളിൽ നീ ഇരിക്കുന്നത് പോലും തുറക്കപ്പെട്ട സ്വർഗ്ഗം ചുറ്റും സാക്ഷികളുടെ സമയം. And it says, surrounding you are the witnesses, above you is the open heaven, and underneath is the everlasting arms of God. നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരു പാട്ടിന്റെ ഇരടികൾ പാടാം. Let's commit and surrender our lives and pray ആമേൻ. and sing a song. സമർപ്പണത്തിന്റെ നമ്മൾ ഏകരല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഒരു എഴുന്നേറ്റ് all stand please. We are not by ourselves. We are surrounded by great witnesses that our God is with us. ആമേൻ. എഴുന്നേറ്റ്